നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കാൽകളെ പോലെ ഗിരികളിൽ നിർത്തിയേ. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്തുകൊണ്ടാണ് ഒരു ദൈവപൈതൽ സാധാരണ വ്യക്തി അല്ല എന്ന് പറയുന്നത്? കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ സർവശക്തൻ വസിക്കുന്നു. സർവശക്തൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും നിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. ഇത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അപ്പം എൻ്റെ മുൻപിലെ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന്. നമ്മൾ പലപ്പോഴും ഇതിനുള്ള സൊല്യൂഷൻ പുറത്താണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതൽ തൻ്റെ മുൻപിലുള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷനെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്. തൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് പെരുമാറുകയാണ് വേണ്ടത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കർത്താവ് നിങ്ങൾക്ക് നൽകി തരട്ടെ. ദൈവവചനത്തിൻ്റെ ബോധ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Say with me, when others complain about their circumstances, മറ്റുള്ളവർ സാഹചര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ I bring solutions. ഞാൻ പരിഹാരം കൊണ്ടുവരുന്ന വ്യക്തിയാകുക. മറ്റുള്ളവർ സാഹചര്യത്തെ പ്രതി പരാതി പറയുമ്പോൾ ഞാൻ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നയാളാണ്. പറ. മറ്റുള്ളവർ സാഹചര്യത്തെ പ്രതി പരാതിപ്പെടുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളും പറ. മറ്റുള്ളവർ സാഹചര്യങ്ങളെ കുറിച്ച് പരാതി പറയുകയും പരിഭവം പറയുകയും നിരാശ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നയാളാണ്. I am challenging you. Your ministry is increasing. Your ministry is increasing. Your ministry is increasing. Your spirituality levels are increasing. ആത്മീയ നിലവാരം അത് വർദ്ധിക്കുകയാണ്. Why you are
bringing solution? എന്തുകൊണ്ടാണ് നീ പരിഹാരം കൊണ്ടുവരുന്നത്? I have a father, എനിക്കൊരു പിതാവുണ്ട്, a heavenly father, ഒരു സ്വർഗീയ who is പിതാവുണ്ട്. creator of the whole universe. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അവൻ. Now he lives in me. അവൻ എന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. I am representing him. ഞാൻ അവനെ പ്രതിദാനം ചെയ്യുകയാണ്. കൈയടിക്ക. I am representing him. ഞാൻ അവനെ പ്രതിദാനം ചെയ്യുകയാണ്. So therefore I never think and talk like an ordinary person. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാല് ഞാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യത്തില്ല. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കാൻ സംസാരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ സാധാരണ മനുഷ്യനല്ല. അല്ല, ഞാൻ സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കാനോ സംസാരിക്കാൻ കഴിയത്തില്ല. നിന്റെ മൂക്കിനും കണ്ണിനും നീളം കൂടുതലുണ്ടോ? സാധാരണ മനുഷ്യനല്ലെന്ന് പറയാൻ നീ എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യനല്ലാത്തത്? The Father of the heaven, the Father of the universe lives in me. I am representing him. സ്വർഗത്തിന്റെ പിതാവ് സർവ്വപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നിൽ ജീവിക്കുന്നു. ഞാൻ അവനെ പ്രതിദാനം ചെയ്യുകയാണ്. അത് നെഞ്ചൊക്കെ നിവർത്തി എന്നിരുന്നേ. ഞാൻ ആരാന്നറിയോ? ചുരുണ്ടോടി ഇരിക്കാതെ നിവർന്നിരിക്കേ. പറ ഞാൻ ആരാന്നറിയോ? ഞാൻ സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നയാളാണ്. പറ. ഞാൻ സ്വർഗത്തെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ്. No, when you have this awareness, girls, boys, listen, no one can attract you. ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, പുരുഷന്മാരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരും നിങ്ങളെ ആക്രമിക്കാൻ ഇടവരത്തില്ല, അട്രാക്ട് ചെയ്യത്തില്ല. നിങ്ങളെടുത്ത് പഞ്ചാര പറയാൻ ആരും വരത്തില്ല, ആരും നിങ്ങളെ സ്വാധീനിക്കത്തില്ല. നിങ്ങൾ നോക്കുമ്പോ പറയും സെക്സി ആയിട്ട് തോന്നത്തില്ല, എന്തോ അയാളിൽ ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നും. Don't use the word I am sexy, look like sexy. No, I am look godly. ഞാൻ ദൈവികമുള്ള. If you say sexy, you are ugly. നീ സെക്സി എന്ന് പറയുമ്പോൾ നീ ഒരു മോശപ്പെട്ട വ്യക്തിയാകുകയാണ്. I am representing, ഞാൻ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. The first thing, when you are facing oppressions, നിങ്ങൾ പീഡനം നേരിടുന്ന സമയത്ത്, afflictions and oppressions, പീഡനം നേരിടുന്ന സമയത്ത് you have to know, നിങ്ങൾ മനസ്സിലാക്കണം, you are going to multiply. നിങ്ങൾ ഇരട്ടിയാകാനായി പോകുന്നു. That means this season for me to multiply. എന്ന് വെച്ചാൽ ഈ സമയം എന്റെ വർദ്ധന ഇരട്ടിപ്പിക്കലിന്റെ സമയമാണ്. Next thing, അടുത്ത കാര്യം, your wisdom going to multiply. നിങ്ങളുടെ ജ്ഞാനം അത് ഇരട്ടിയാകാനായി പോകുന്നു. You are going to solve complex problems. സങ്കീർണമായ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നു. Now you are going to receive an ability to solve the problems. ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. One more meaning in that word. അതിന്റെ അകത്ത് ഒരു അർത്ഥം കൂടെയുണ്ട്. That means they multiplied. അത് അവർ ഇരട്ടിയായി. Not only multiply, they learn how to solve the problems. ഇരട്ടിയാകും മാത്രമല്ല പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം നമുക്ക് അവർ പഠിച്ചു. Next word it is saying they get into a turning point. അടുത്ത വാക്ക് പറയുന്നത് അവരൊരു ടേണിംഗ് പോയിന്റിലാണ് ആയിരിക്കുന്നത്. Super Lord. No, today you are facing a issue, financial crisis or any other issues, any other afflictions and oppression. You have to know this is the day for your turning. You are getting into a turning point. നിങ്ങൾ മനസ്സിലാക്കുക, you are getting into a turning point. 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 You are going to turn a U-turn. Your ministry getting into another U-turn. Your ministry getting into a turning point. Your ministry getting into another turning point. That means afflictions, oppressions lead you to a turning point. എന്ന് വെച്ചാൽ നിങ്ങളുടെ പീഡനം അടിച്ചമർത്തൽ നിങ്ങളെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. Look at the corona time. കൊറോണ സമയം ശ്രദ്ധിച്ചാട്ടെ. So many people died. ഒത്തിരി ആൾക്കാർ മരിച്ചു പോകാനിടയായി. So many people oppressed because of the corona. കൊറോണ കാരണം ഒത്തിരി പേർ പീഡിക്കപ്പെട്ടു. But in between corona time, കൊറോണ സമയത്ത് some people start a new startups, new inventions.
കൊറോണ സമയത്ത് ചില ആൾക്കാർ പുതിയതായ സ്റ്റാർട്ടപ്പുകളും പുതിയ കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരുവാനിടയായി. Some are fearfully sitting in the house, but in the same time someone is come out for new startup. ചില ആൾക്കാർ പേടിച്ച് വീട്ടിനകത്ത് ഇരുന്നപ്പോൾ ചില ആൾക്കാർ ചെറിയ പുതിയ സ്റ്റാർട്ടപ്പുമായി പുറത്തേക്ക് വരുവാനിടയായി. Even the government salute them, their startup become very flourish and they started to receive more earnings. എന്ന് വെച്ചാൽ ഗവൺമെന്റ് പോലെ അവരെ സല്യൂട്ട് ചെയ്തു. അവരുടെ സ്റ്റാർട്ടപ്പുകൾ വലുതാവാനിടയായി. അവർക്ക് കൂടുതൽ സമ്പാദിക്കുവാൻ ഇടയിലേക്ക് വന്നു. കൊറോണയുടെ സമയത്ത് കുറച്ചു പേര് മരിച്ചു, കുറച്ചു പേര് വീട്ടിലിരുന്ന് കരഞ്ഞു, കുറച്ചു പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു, കുറച്ചു പേര് പറഞ്ഞു അയ്യോ ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്തും ചില ആളുകൾ പറഞ്ഞു അല്ല ഇപ്പോഴും ചിലത് ചെയ്തു തുടങ്ങാം, ഇപ്പോഴും അവരിൽ ചിലരെ ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത ബിസിനസ്സുകാർ അവർ പുതിയ ബിസിനസ്സുകൾ തുടങ്ങി സക്സസ് റേറ്റ് പ്രാപിച്ചു. It's happened in this world. ഈ ലോകത്ത് അത് സംഭവിച്ചിട്ടുണ്ട്. But for us, we are not alone. We are one with Christ. So we are one with Christ. We are representing Him. What about us now? ഈ ലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരുവനുണ്ട്. ആ ഒരുവനുള്ള സമയത്ത് നമ്മൾ എത്രത്തോളം വർധനവിലേക്ക് വരുവാനിടയാകും. Hallelujah. Operations are a turning point for you. ഈ പീഡന സമയം നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. Can I prophesy to you? ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കട്ടെ. This week you are going to see a turning point in your life. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങൾ കാണാനായി പോകുന്നു. Hallelujah. Your ministry going to turn to another level. നിങ്ങളുടെ മിനിസ്ട്രി അടുത്ത നിലവാരത്തിലേക്ക്, your life going to turn another level. നിങ്ങളുടെ ജീവിതം ഒരു അടുത്ത നിലവാരത്തിലേക്ക് ടേൺ ചെയ്യാൻ. I don't know how many of you facing oppressions, afflictions. എനിക്കറിയത്തില്ല എത്ര പേർക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന്. ഈ പീഡനം എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചേ ഉള്ളൂ. പെട്രോളിന്റെ വില കൂടുന്നു, ഗ്യാസിന്റെ വില കൂടുന്നു, എവിടെ പോയി അവസാനിക്കുവോ ആവോ. അവരോടാ ഞാൻ ഈ പറയുന്നേ, നിനക്കൊരു ടേണിംഗ് പോയിന്റ് ദൈവം വെച്ചിരിക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളിലും കരയാൻ എന്നെ വിളിച്ചില്ല. അതിനകത്ത് ദൈവത്തിന്റെ വിസ്ഡം, അതിനകത്ത് എനിക്കൊരു ടേണിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നീ കയറുന്ന നിമിഷമാണ് അടുത്ത ലെവലിലേക്ക് നീ വരുന്നത്. Come on church, come on church. If you read that same word, we can see another explanation. It is saying expand. നിങ്ങൾ ആ വാക്ക് നിങ്ങൾ അതേ വാക്ക് നിങ്ങൾ ഒന്നും കൂടെ പഠിക്കുമ്പോൾ വികസിപ്പിക്കുക. Hallelujah. That means first thing what happened, you multiply. ഒന്നാമത്തെ നിങ്ങൾ ഇരട്ടിച്ചു. Second thing, you learn how to solve the complex problems. സങ്കീർണമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ നീ പഠിച്ചു. Third thing, you get a U-turn from there. നീ അവിടുന്ന് ഒരു U-turn നിനക്ക് പ്രാപിക്കാനിടയായി. It should be a turning point for you. The operation should be a turning point for you. ആ പീഡന സമയം നിനക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. Third, fourth, നാലാമത്തേത്, this is for your expansion. നിന്നെ അത് ഇതൊരു വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. വിശാലതയ്ക്ക് വേണ്ടിയുള്ളതാണ്. You know, just imagine you have a small house. നിങ്ങൾക്ക് ഒരു ചെറിയ വീടുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാട്ടെ. You have one child, one daughter, one boy or one child. You need only 3 rooms. നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 3 മുറിയുടെ ആവശ്യമേ ഉള്ളൂ. So, and if you have another person, another boy or another girl, you love to build one more room. Why? നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറിയും കൂടെ നിങ്ങൾ പണിയാനായി ആഗ്രഹിക്കും. So you need some expansion in your house because you are multiplied. കാരണം നിങ്ങൾക്ക് ആ വീട്ടിനകത്ത് ഒരു വികസനം ആവശ്യമാണ്. അതിന്റെ കാരണം വെച്ചാൽ നിങ്ങൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. God not only God give the multiplication, God gives you expansion also. ദൈവം ഇരട്ടിപ്പിക്കൽ മാത്രമല്ല, നിന്നെ വികസിപ്പിക്കുകയും കൂടെയാണ് ദൈവം ചെയ്യാനിടയാകുന്നത്. ബ്രദറെ 25 കുടുംബമുണ്ട്, ഞാൻ ജനിച്ചതുപോലെ അവിടെ ഇരിക്കുവാന്ന് പറഞ്ഞ ഒക്കത്തില്ല. 2 മക്കളുള്ളവർക്ക് ഒരു റൂമും കൂടെ വേണമെങ്കിൽ, 3 മക്കളുള്ളവർക്ക് 4ാമതൊരു മുറിയും കൂടെ വേണമെങ്കിൽ, 5 മക്കളുള്ളവർക്ക് 5ാമതൊരു മുറിയും കൂടെ വേണമെങ്കിൽ, നീ ഇരട്ടിക്കുന്നതനുസരിച്ച് നീ വിശാലപ്പെട്ടേ പറ്റുകയുള്ളൂ. നിങ്ങൾ അതിന് കൈയടിച്ചില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ചർച്ചിനോട് എനിക്ക് പറയാനുള്ളത്, ചർച്ച് ഇരട്ടിക്കുക മാത്രമല്ല, അതങ്ങ് വിശാലപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ കൈയടി കേട്ടിട്ട് എനിക്ക് മതിയായെന്നാ തോന്നേ.
എന്റെ കൂടെ ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. Not only multiply but also you are going to expand. Amen. ഇരട്ടിക്കുക മാത്രമല്ല, നീ വിശാലപ്പെടുക കൂടെയാണ് ചെയ്യുന്നത്. Your sufficiency, your efficiency is going to expand. നിന്റെ എഫിഷ്യൻസി അത് വിശാലപ്പെടാൻ പോകുന്നു. Your house going to expand. നിന്റെ വീട് വിശാലപ്പെടാൻ പോകുന്നു. Your car is going to expand. നിന്റെ കാർ വിശാലപ്പെടാൻ പോകുന്നു. Your house is going to expand. നിന്റെ വീട് വിശാലപ്പെടാൻ പോകുന്നു. Your business is going to expand. നിന്റെ ബിസിനസ് വിശാലപ്പെടാൻ പോകുന്നു. Your job is going to you are going to receive a promotion in your job. That is called expansion. നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് ഒരു പ്രൊമോഷൻ നേടാനായി പോകുന്നു. അതാണ് വിശാലത എന്ന് പറയുന്നത്. Maybe you have a one house going to give you little more expansion. നിനക്ക് ഒരു വീടേ ഉള്ളെങ്കിൽ നിനക്ക് ഒരു വീടിന് മേൽ ഒരു വിശാലത ദൈവം തരാനായി പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒന്നുണ്ടെങ്കിൽ രണ്ടാകാൻ പോകുന്നു, ഊരുണ്ടെങ്കിൽ ചെറിയ കാറ് വലുതാകാൻ. ഇത് നിങ്ങളെ ഉത്സാഹപ്പെടുത്താൻ ഞാൻ പറയുന്നതല്ല. ഇത് എപ്പോഴാണോ പീഡനങ്ങൾ നടന്നത് ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക, അപ്പോ എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. അടിപൊളി കയ്യടി, ഇഷ്ടപ്പെട്ട എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. These are the truth. ഇതാണ് സത്യം. Whenever we face oppression or afflictions, നിങ്ങൾ പീഡനം നേരിടുന്ന സമയത്ത് you will become double. നിങ്ങൾ ഇരട്ടിയാവാനായി പോകുന്നു. You become multiply. നിങ്ങൾ ഇരട്ടിയാകാനായി. Confess with me, I am going to multiply. എന്നോടൊപ്പം പറഞ്ഞാൽ ഞാൻ ഇരട്ടിയാകാനായി പോകുന്നു. Multiply. ഞാൻ ഇരട്ടിയാകാനായി പോകുന്നു. Multiply. ഇരട്ടിയാകാനായി പോകുന്നു. Multiply. ഇരട്ടിയാകാനായി പോകുന്നു. Come on. Multiply. ഇരട്ടിയാകാനായി പോകുന്നു. Not only multiply. ഇരട്ടിയാകൽ മാത്രമല്ല, I am going to learn how to solve complex problems. സങ്കീർണമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ പഠിക്കുന്നു. More wisdom now. കൂടുതൽ ജ്ഞാനം എനിക്ക്. My wisdom is increasing. എന്റെ ജ്ഞാനം വർദ്ധിക്കുകയാണ്. My wisdom is എന്റെ increasing. ജ്ഞാനം വർദ്ധിക്കുകയാണ്. Not only that, അത് മാത്രമല്ല, this season ഈ സീസൺ എന്ന് I am going to പറയുന്നത് see a turning point in my life. എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ കാണാനായി Church, I am പോകുന്നു. prophesying to you. സഭയെ ഞാൻ നിന്നോട് You are going to പ്രവചിക്കുകയാണ്. see a turning point in your business. നിന്റെ ബിസിനസ് മേഖല ഒരു ടേണിംഗ് പോയിന്റ് നീ കാണാനായി You are going to പോകുന്നു. see a turning point in your job. നിന്റെ ജോലിയിൽ ഒരു ടേണിംഗ് പോയിന്റ് കാണാനായി പോകുന്നു. I challenge you. ഞാൻ വെല്ലുവിളിക്കുകയാണ്. You are going to see in your business a great turning point. നിന്റെ ബിസിനസ് മേഖല ഒരു വലിയ ടേണിംഗ് പോയിന്റ് കാണാൻ In പോകുന്നു. your ministry a great turning point. നിന്റെ മിനിസ്ട്രിയിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് കാണാനായി Not പോകുന്നു. only that, your ministry going to expand. അത് മാത്രമല്ല, നിന്റെ മിനിസ്ട്രി വിശാലപ്പെടാനായി പോകുന്നു. Amen. Amen. How many of you believe it? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Multiplication, ഇരട്ടിപ്പിക്കൽ, wisdom, ജ്ഞാനം, turning point, ടേണിംഗ് പോയിന്റ്, expansion. വിശാലത. Not only that, അത് മാത്രമല്ല, next word saying he will gives you strength. അവന് നിനക്ക് ബലം തരുവാനിടയാകും. That means 5 things are going to take place in this ഈ time. സമയത്ത് 5 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. First thing, you are going to multiply. ഒന്നാമത്തെ കാര്യം, നീ ഇരട്ടിയാകാൻ പോകുന്നു. More wisdom to solve problems. നിനക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ ജ്ഞാനം ലഭിക്കാൻ പോകുന്നു. I don't know how you dream, എങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്, how you എനിക്കറിയില്ല. imagine. നിങ്ങൾ എങ്ങനെയാ സങ്കല്പിക്കാൻ When അറിയില്ല. God spoke to me, you are going to receive more. You are going to see more wisdom in your life. എന്നോട് ദൈവം പറഞ്ഞു, What I see, no, I am going to Africa and solve the problem. I am going to Asia and solve the problem. I am going to another nations and settle the problems. I am going to talk to the business people and solve the problems. എന്റെ അടുത്ത് ദൈവം എന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സങ്കല്പിക്കാനിടെ, ഞാൻ ഇതാ ആഫ്രിക്കയിൽ പോകുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഞാൻ ഇതാ അമേരിക്കയിൽ പോകുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഞാൻ ഇതാ ബിസിനസ്സുകാരുടെ ഇടയിലേക്ക് പോകുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഞാൻ അങ്ങനെ സങ്കല്പിക്കുവാനായി തുടങ്ങി. So in coming months we are going to conduct a seminar here. ഞാൻ ഈ വരുന്ന മാസം ഇവിടെ ഒരു സെമിനാർ ചെയ്യാനായി പോകുന്നു. Only for the business people. ഈ ബിസിനസ് പീപ്പിൾ ആൾക്കാർക്ക് വേണ്ടി മാത്രം. God gave me a wisdom to solve their problems. എനിക്ക് ദൈവം ഒരു ജ്ഞാനം തന്നിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. That's not for you, for me only. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. How many of you want it? എത്ര പേർക്ക് അത് വേണം? But you already there, you have it. നിനക്കത് No need to seek for it. നിനക്ക് അത് You already have it. നിനക്കത് ഉണ്ട്, നിനക്കത് ലഭിച്ചിട്ടുണ്ട്. നീ അതിനെ അന്വേഷിക്കേണ്ട പൊന്നേ, നിന്റെ അകത്തതുണ്ട്. ദൈവത്തിന്റെ വചനങ്ങൾക്കായി നന്ദി പറയാം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ആ വ്യക്തി എപ്പോൾ യേശുവിനെ സ്വീകരിച്ചോ അപ്പോൾ മുതൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മുൻപിലായിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എൻ്റെ ഉള്ളിലുണ്ട്.
അതൊരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് തൻ്റെ ലൈഫ് സക്സസ്സിലേക്ക് പോകുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. അനുഗ്രഹിക്കപ്പെട്ട 3 സാക്ഷ്യവുമായാണ് ഈ സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. സിസ്റ്ററുടെ പേര് രാധ, കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ആദ്യത്തെ സാക്ഷ്യം, ഈ സിസ്റ്റർക്ക് 2 ആമക്കളും വിദ്യാഭ്യാസം കഴിഞ്ഞു. ഒരാൾ MBA കഴിഞ്ഞു, ഒരാൾ IIT-യിലെ കോഴ്സ് കംപ്ലീറ്റ് ആയി. പക്ഷെ 2 മക്കൾക്കും ജോലി ഇല്ലാതെ ഭാരപ്പെടുമായിരുന്നു. ഈ സിസ്റ്റർ വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീസസ് ടൈമിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് 2 മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലി കിട്ടിയെന്നാണ് സിസ്റ്റർ സാക്ഷ്യം. 2 പേർക്കും ജോലിയില്ലായിരുന്നു. അതായത് കോവിഡ് സമയത്താണ് എൻ്റെ മോൻ ഫൈനൽ കഴിഞ്ഞിറങ്ങിയത്. ചെറിയ മകൻ IIT കഴിഞ്ഞിറങ്ങിയത്. അപ്പോൾ ശരിക്കും അവർക്ക് ക്യാമ്പസ് വരേണ്ടതാണ്. അപ്പോൾ ക്യാമ്പസ് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. മോൻ എടുത്ത ട്രേഡിന് ക്യാമ്പസ് ഉണ്ടായില്ല. അപ്പോൾ ജോലി കിട്ടാതെ 1 വർഷം എൻ്റെ മോൻ കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജീസസ് വേൾഡിൽ നമ്മുടെ ബ്രദറിനോട് തന്നെ വീഡിയോ കോളിൽ സംസാരിച്ചു. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, എല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം മാമിനുണ്ടാകും എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് എൻ്റെ മോൻ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ ജോലി കിട്ടി. വലിയ മോനും അതുപോലെ തന്നെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ ബയോമെഡിക്കലായിട്ട് വർക്ക് ചെയ്തിരുന്നു ആദ്യം. അവിടെ അവന് ബുദ്ധിമുട്ടായിട്ട് അവൻ ഇറങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ അവൻ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. വേഗം ജോലി കിട്ടി. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2 മക്കൾക്കും ജോലി കിട്ടി. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും എൻ്റെ കർത്താവ് മതിയായവനാണ്. ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ സകല പ്രശ്നങ്ങൾക്കും എൻ്റെ കർത്താവ് മതിയായവനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമ്മ, ഒരു സാക്ഷ്യം കൂടിയുണ്ട്. സിസ്റ്റർ ITI-യിൽ വർക്ക് ചെയ്യുമായിരുന്നു, റിട്ടയർ ചെയ്തു. പക്ഷേ സിസ്റ്റർക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. 4 വർഷമായിട്ട് സിസ്റ്റർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്റർ ലേബർ കോർട്ടിൽ കേസുമായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ സിസ്റ്റർ വിശ്വാസത്തിൽ വന്നതിന് ശേഷം സിസ്റ്റർ ജീസസ് ടൈമിൽ വിളിച്ച വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. ആ തടഞ്ഞു വെച്ചിരുന്ന പെൻഷൻ സിസ്റ്റർക്ക് കിട്ടാൻ തുടങ്ങി. ഈ മാസം മുതൽ ലഭിച്ചു എന്നാണ് സിസ്റ്റർ പറയുന്നത്. ഈ മാസം മുതൽ എനിക്ക് പെൻഷൻ ലഭിച്ചു. ജീവിക്കുന്നു ഇനി മുതൽ. കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതുപോലെ ഞായറാഴ്ച മീറ്റിംഗിൽ സിസ്റ്റർ നടുവിന് ബുദ്ധിമുട്ടുമായിട്ട് ഭാരത്തോടുകൂടിയാണ് നമ്മുടെ പാലക്കാട് സൺഡേ മീറ്റിംഗിൽ പ്രാർത്ഥനയ്ക്ക് വന്നത്. സിസ്റ്റർ ആ പ്രാർത്ഥനയുടെ മധ്യേ തന്നെ കർത്താവ് തൊട്ടു. ആ നടുവേദന അന്നേരം തന്നെ മാറിപ്പോയെന്നത്. ഇന്ന് നടുവേനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ജോയിൻസിന് പെയിൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? വിശ്വാസത്തോടായിരുന്നാട്ടെ ഈ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾ മടങ്ങി പോകുന്നതിന് മുമ്പ് നിങ്ങൾ സൗഖ്യമാകാനിടയും. ഏത് പ്രശ്നമാണോ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഇവരുടെ സാക്ഷ്യം പറഞ്ഞ ഓരോ വ്യക്തികളും കർത്താവിൽ നിന്ന് അനുഭവിച്ച സന്തോഷത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ മടങ്ങി പോകുമ്പോൾ അതിനെ പ്രാപിച്ചേ പോകാവൂ. ആ സൗഖ്യമായിട്ടേ പോകാവൂ. ആ വിടുതലായിട്ടേ പോകാവൂ. കർത്താവിന്റെ അനുഭവത്തോടെ പോകാവൂ. ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ കർത്താവ് ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയോടെയാണ് ഒരു വ്യക്തി ആയിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ വ്യക്തിക്ക് ചിലത് കാണാനായി കഴിയും. കർത്താവ് ചെയ്യുന്ന ചിലതിനെ അനുഭവിക്കുവാനായി കഴിയും. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. അവൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ആ സ്നേഹത്തിൻ്റെ നിറവിൽ നമുക്ക് ഓരോ ദിവസവും ആകാം. എന്നോടൊപ്പം ആയിരിക്കുന്ന ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും കർത്താവിനോടൊപ്പം ആയിരിക്കുവാനും എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ പലപ്പോഴും സാഹചര്യങ്ങളാണ് നമ്മളെ അതിൽ നിന്നെല്ലാം പുറകോട്ട് കൊണ്ടുപോകുന്നത്. കർത്താവെ, എന്നാൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളിലും സാഹചര്യങ്ങളുടെ മുൻപിൽ എങ്ങനെ ധൈര്യത്തോടെ നിൽക്കാമെന്ന ദൈവിക അനുഭവങ്ങൾ, ദൈവിക പാഠങ്ങൾ ഓരോരുത്തരും പഠിക്കട്ടെ. അപ്പാ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ശ്രേഷ്ഠതയിൽ അവിടുന്ന് സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്. അവിടുത്തെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, എനിക്ക് ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് മണൽ വാരിയിട്ടതുപോലെ, കുരുക്കളല്ല എന്നാൽ അരിമ്പാറയുമല്ല, എന്നാൽ രണ്ടിനും ശരിയായ വിധത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊരു ഡിസീസ്, അങ്ങനെയൊരു പ്രയാസം തൻ്റെ സ്കിന്നിലായിരിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. പലതും ട്രൈ ചെയ്തിട്ടും തനിക്ക് അതിൽ നിന്ന് മാറ്റമില്ല. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം.
ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവെ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. അവിടുത്തെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഓരോ വ്യക്തികളും ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. കർത്താവെ, മസിലിന് പ്രയാസമായിട്ട് ഒരു വ്യക്തി എന്നെ കാണുകയാണ്. ആ വ്യക്തി അതികഠിനമായ വേദനയോടെയാണ് ഇരിക്കുന്നത്. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഇപ്പോൾ ആ ശരീരത്തിൽ അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഇപ്പോൾ ആ ശരീരത്തിൽ അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഒരു ഇൻസിഡൻറ്റിനെ തുടർന്ന് ഡിപ്രഷനിലേക്ക് പോയ, താൻ മെഡിസിൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ആ വ്യക്തിയെ കർത്താവ് നിറയ്ക്കുന്നത് കാണാം. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ അവിടുന്ന് ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനുള്ള ബന്ധത്തിൽ നമുക്ക് ഓരോ ദിവസവും ആകാം. ഗോഡ് ബ്ലെസ് യു. അമ്മ, ഞാൻ മേടിച്ചിട്ട് തരാം. മെഡിസിൻ മുടക്കേണ്ട അമ്മ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ചേട്ടാ, ഞാനത് എങ്ങനെയെങ്കിലും 2 ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് തരാം. ഇല്ല ഇല്ല ഇല്ല, ഇനി മുടക്കില്ല. ആ, ഉറപ്പാ. മാം, ഞാൻ താഴെ എത്തിയിട്ടുണ്ടേ. ആ, ഓക്കെ മാം, കൊണ്ടുവരാം. സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാം. ജോൺ പാസ്റ്റർ വരുന്നുണ്ടല്ലേ? ആ, യെസ്. ജൂലൈ 29-30 ക്യാമ്പ് കിടക്കുന്നത്. ജോൺ പാസ്റ്റർ അറിയാവോ? യൂട്യൂബിൽ കാണാറുണ്ട്. പിന്നെ നേരിട്ട് കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ആ, 2 വർഷത്തിന് ശേഷമാണ് ഡെലിവറൻസ് ക്യാമ്പ് വരുന്നത്. ഇല്ലില്ല, അതെടുത്തോ, ഇവിടെ വേറെ ഉണ്ട്. താങ്ക് യു.